നിങ്ങൾ പുല്ല് തിന്നുന്ന പൂച്ചയെ കണ്ടിട്ടുണ്ടോ? ഇതാരാന്നറിയോ? ഇവനാണ് എൻ്റെ ജിഞ്ചി. മീൻ വേണോ? ഒന്നും കഴിച്ചില്ലല്ലോ. അതാ മീൻ വന്നല്ലോ. ജിഞ്ചി ഒന്നുകൂടെ തരാം, തിന്നാ. അത് കൊടുത്താലേ പുണ്യം കിട്ടും. പക്ഷേ എത്ര മനുഷ്യരിങ്ങനെ ചെയ്യും? ജിഞ്ചി ഇവിടെ നോക്കിയ ജിഞ്ചി. ജിഞ്ചി കണ്ടോ? ജിഞ്ചി നോക്കി. ജിഞ്ചി എന്തായാലും കഴിച്ചോ? ഇല്ലേ? ബാ ജിഞ്ചിയെ ഞാൻ എടുത്തോളാം. ബാടാ ജിഞ്ചി, പുല്ലൊക്കെ തിന്നത് മതി. നിനക്ക് ഞാൻ മീൻ തരാം. നിനക്ക് ഞാൻ എന്നും മീൻ തരും, പാല് തരും അല്ലേ? അപ്പോൾ ജിഞ്ചിക്കുള്ള മീൻ എടുത്തിട്ട് വരാം. ഓക്കെ, ശരി, ബാ. നിൽക്കടാ, ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ. നീയും കൂടെ വരികയാണോ? നമുക്ക് ഒരുമിച്ച് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ചുമ്മാ ഇപ്പോൾ വരാം. ജിഞ്ചി ജിഞ്ചി അതാ മീൻ വന്നല്ലോ. ജിഞ്ചി 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 കയ്യിൽ പിടിച്ചോ പിടിച്ചോ. ജിഞ്ചി ജിഞ്ചി നിനക്ക് മീൻ തരാം. അയ്യോ എവിടെ ചോടാടാ. ഇവിടെ വേറെ മിട്ടൊന്നുമില്ലേടാ? ഒന്നുമില്ലേ? ദാ ജിഞ്ചി. ഓയ് ജിഞ്ചി, ദാ 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 നാ നാ. നിനക്കിതും വേണ്ടടാ. നിനക്കിന്ന് എവിടുന്നോ എന്തോ കിട്ടിയല്ലോ. ഇതാ കിടക്കുന്നു, തിന്നോ. അങ്ങനെ തന്നെ. ദാ ഒന്നുകൂടെ തരാം, തിന്നോ. കണ്ടോ? ഇതാണ് വേണ്ടത്. നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ. നമ്മുടെ സഹജീവികളായുള്ള മിണ്ടാപ്രാണികൾക്കും നമ്മൾ കുറേശ്ശെ ആഹാരം കൊടുക്കണം. വേണ്ടേ? അത് കൊടുത്താലേ പുണ്യം കിട്ടും. പക്ഷേ എത്ര മനുഷ്യരിങ്ങനെ ചെയ്യും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പല ദിവസങ്ങളിലും ഇവർക്കായിട്ട് ഒരു നേരത്തെ ആഹാരം പോലും മുടങ്ങാതെ എൻ്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് ഇവറ്റകൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ആഹാരം വാങ്ങി വരാറുണ്ട്. നമ്മളെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പരിപാലിക്കാനും വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സഹജീവികളെ തന്നെ, നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മുടെ സഹജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി കർത്തവ്യമാണ്. അത് ഓരോ മനുഷ്യനും എത്രമാത്രം കരുണയോടുകൂടി ചെയ്യുമോ അത്രമാത്രം ദൈവം മനുഷ്യനിൽ കരുണയുള്ളവനാവും. അതുകൊണ്ട് അന്നദാനം മഹാദാനം അത് മനുഷ്യന് മാത്രം ചെയ്യുമ്പോഴല്ല, മറ്റ് സഹജീവികൾക്ക് കൂടെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോഴാണ് മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത്. അതോടൊപ്പം തന്നെ ദൈവം അവനിൽ കൃപ ചൊരിയുന്നതും. അതുകൊണ്ട് കരുണയുള്ള മനുഷ്യനായി ജീവിക്കുക, കർമ്മം ചെയ്യുക. നിങ്ങളെ തേടി ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ നിങ്ങൾക്ക് തുണയായി എപ്പോഴും കൂടെ ഉണ്ടാവും. മറക്കാതിരിക്കുക. നന്ദി.